ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കഥയിലുള്ള ഉള്ളടക്കത്തെ തിരിച്ചറിയുന്ന ദിവസമാണ്. അപ്പൊ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ജോഷി സാറാണ്. ജോഷി സാറ് കാവാലം സ്വദേശിയാണ്, ഒരു നല്ല ട്രെയിനറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കഥകളൊക്കെ പറയുമ്പം അതിൻ്റെതായ ഇമോഷൻസ് മനസ്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കഥയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാൻ തീർച്ചയായിട്ടും ജോഷി സാർ ശ്രമിക്കും. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും നല്ലൊരു മാതൃകയാണ്. അതുകൊണ്ട് തന്നെ കഥ എങ്ങനെ പറയണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ആ ഒരു രീതിയും കൂടെ നമുക്ക് മനസ്സിലാകുമെന്നുള്ളതാണ് ജോഷി സാറിന്റെ കഥയുടെ പ്രത്യേകത. അപ്പൊ ഇന്ന് കഥയുടെ 63-ാമത്തെ ദിവസമാണ്. എനിക്കറിയാം ഈ കഥയിൽ കൊണ്ടൊരു കാര്യം എന്ന പേരിട്ടത് തന്നെ ജോഷി സാറിന്റെ നിർദ്ദേശത്തിലാണ്. നമ്മൾ സ്റ്റോറി തെറാപ്പി എന്നുള്ള ഒരു സൈക്കോളജിക്കൽ നെയിമിലേക്ക് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങനെ 63-ാമത്തെ ദിവസം നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട ജോഷി സാറിനെ. ജോഷി സാർ, യു ആർ വെൽക്കം. താങ്ക് യു. എല്ലാവർക്കും സുന്ദരമായ ഈ സായാഹ്നത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും സന്തോഷവും നന്ദിയും സ്നേഹവും എല്ലാം അറിയിക്കട്ടെ. ഇഴകാലായതുകൊണ്ട് ഇനി നമുക്ക് ആമുഖത്തിന്റെ ഒന്നും ആവശ്യമില്ല. നേരിട്ട് നമ്മൾ കഥയിലേക്ക് കടക്കുകയാണ്. കഥയുടെ പേര് തിരിച്ചുവരവ്. എഴുത്തുകാരൻ എൻ്റെ നാട്ടുകാരനും ഒരു റിട്ടയർഡ് അധ്യാപകനുമാണ്. അദ്ദേഹത്തിന്റെ പേര് തോമസ് കാവാലം. നാട്ടിൽ ബാബു സാർ എന്ന് അദ്ദേഹത്തെ വിളിക്കും. ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് കാവാലത്തല്ല, ചങ്ങനാശ്ശേരിയിലാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ രചനയിലെല്ലാം ആ പിറന്ന നാടിനോടുള്ള സ്നേഹം കലർത്തി തോമസ് കാവാലം എന്ന് അദ്ദേഹം എഴുതുന്നു. രാജി, എത്ര സുന്ദരമായ പേര്! ആ പേര് അവൾക്ക് നൽകിയ മാതാപിതാക്കൾക്ക് എന്തെല്ലാം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഷോർട്ട് ആൻഡ് ക്യൂട്ട്, ഇഡീലിക്. പക്ഷേ അവളുടെ ജീവിതം അത്ര സുന്ദരമായിരുന്നില്ല. അവളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് അവളുടെ ജീവൻ തന്നെയായിരുന്നു. പക്ഷെ അത് വെച്ച് അവൾ ചൂത് കളിക്കുകയായിരുന്നു. അവൾ അത് മനസ്സിലാക്കിയപ്പോൾ അല്പം വൈകിപ്പോയോ എന്ന് അവൾക്ക് തോന്നി. കഴിഞ്ഞ ദിവസം വീട്ടിൽ അവസാനിച്ച ഏതാനും ചില്ലിക്കാശുകളും പെറുക്കിയെടുത്താണ് അവൾ കടയിലേക്ക് പോയത്. ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങി വീട്ടിലേക്ക് മടങ്ങിയ അവൾ അതിൽ നിന്ന് ഒരെണ്ണം പുറത്തെടുത്തു. അതിനകത്തെ പുകയില സാവധാനം ഉടഞ്ഞു കളഞ്ഞു. അതിനുള്ളിൽ കഞ്ചാവ് തിരുകി. അപ്പോൾ മുതൽ ആ സിഗരറ്റ് കത്തിച്ച് വലിച്ചുകൊണ്ടിരുന്നു. ഓരോ പുകയും ഉള്ളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ അവളുടെ കൈകളും ചുണ്ടുകളും കണ്ണുകളും എല്ലാം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ ഒരു അത്ഭുത ലോകത്തിലേക്ക് വഴുതി വീണു. ഒരു നിമിഷം അവൾ എവിടെയാണെന്ന് പോലും അവൾ മറന്നു. അതിൽ നിന്നും ആസ്വദിച്ച് ഒരു കവിൾ പുക ഉള്ളിലേക്ക് വലിച്ചെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന്
വാതിൽക്കൽ ആരോ മുട്ടുന്നത് കേട്ടത്. പെട്ടെന്ന് അവൾ സിഗരറ്റ് കുത്തിക്കെടുത്തി മാറ്റിവെച്ചു. വാതിൽക്കൽ ഒരു ഇലക്ട്രിക് ബെൽ ഘടിപ്പിച്ചിരുന്നെങ്കിലും മാസങ്ങളായി അത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം പണ്ടേ വിച്ഛേദിച്ചിരുന്നു. വാതിൽക്കൽ മുട്ടിയത് ആരാണെന്ന് എത്ര ചിന്തിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല. കാരണം അധികം ആളുകളൊന്നും ഇപ്പോൾ അവളെ കാണാൻ ആ വീട്ടിലേക്ക് വരാറില്ലായിരുന്നു. ചിലപ്പോൾ വാടക ചോദിക്കാൻ വന്ന വീട്ടുടമസ്ഥനായിരിക്കാം എന്ന് അവൾ വിചാരിച്ചു. അയാൾ ഓരോ മാസവും 3-4 തവണ വാടക ചോദിച്ചു വന്നുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ കൂടെ താമസിക്കുന്ന ആളായിരിക്കും. കുറച്ചു ദിവസങ്ങളായി അയാളെ കുറിച്ച് വിവരങ്ങളൊന്നും തന്നെ ഇല്ലതാനും. പെട്ടെന്ന് മാനസിക നില വീണ്ടെടുത്ത് വാതിൽക്കലേക്ക് നടന്ന അവൾ വാതിലിന്റെ കുറ്റിയെടുത്തു. അപ്പോൾ കണ്ട കാഴ്ച അവളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. 2 പോലീസുകാർ വീടിന്റെ മുന്നിലായി കുറച്ച് അകലെ റോഡിൽ തന്നെ ഒരു ജീപ്പ് നിലയും ഉറപ്പിച്ചിരുന്നു. പോലീസുകാരിൽ ഒരാൾ രാജുവോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏലിയാസിനെ അറിയാമോ? അവൾ മൂളി. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളും ചുണ്ടുകളും വിറയ്ക്കുന്നത് പോലീസുകാർ ശ്രദ്ധിച്ചു. അവൻ നിന്റെ ആരാണ്? മറ്റേ പോലീസുകാരൻ ചോദിച്ചു. ആ ചോദ്യത്തിന് രാജി മറുപടി പറഞ്ഞില്ല. അപ്പോൾ ആ പോലീസുകാരൻ വീണ്ടും ചോദിച്ചു, അവൻ നിന്റെ കൂടെ ഇവിടെയല്ലേ താമസിക്കുന്നത്? എന്താ, അവൻ നിന്റെ ഭർത്താവാണോ? പോലീസുകാരൻ അല്പം ഈർഷ്യയോടെ പോലീസ് ഭാഷയിൽ ചോദിച്ചു. കാരണം അവരുടെ ജീവിതത്തെ കുറിച്ച് അവർക്ക് ചില സൂചനകൾ ഒക്കെ പുറത്തു നിന്ന് കിട്ടിയിരുന്നു. അതെ, അയാൾ എന്റെ കൂടെ ഇവിടെയാണ് താമസിക്കുന്നത്. കൂടെ താമസിക്കുന്നവരെല്ലാം ഭർത്താക്കന്മാരാണോ? രാജിയുടെ മറു ചോദ്യം പോലീസുകാരെ ചൊടിപ്പിച്ചു. എങ്കിലും അതിന് മറുപടി ഒന്നും അവർ പറഞ്ഞില്ല. ഏലിയാസ് എവിടെ? ഒരു പോലീസുകാരൻ ചോദിച്ചു. അവൻ ഇവിടെ ഇല്ല. 3-4 ദിവസങ്ങൾക്ക് മുമ്പ് വീട് വിട്ടു പോയതാണ്. എനിക്ക് അവനെ കുറിച്ച് യാതൊരു വിവരവും ഇപ്പോഴില്ല. ക്ഷമിക്കണം, ഇവിടെ നിന്ന് 3-4 കിലോമീറ്റർ അകലെ പട്ടണത്തിലെ ഒരു ഓടയിൽ ഒരജ്ഞാത ജഡം കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. അത് ഏലിയാസിൻ്റെതാണോ എന്ന് ഒരു സംശയം. അവിടം വരെ വന്ന് ഒന്ന് പരിശോധിക്കണം, തിരിച്ചറിയണം. ഭാഗ്യവശാൽ അല്ല, ദൗർഭാഗ്യവശാൽ അത് ഏലിയാസിൻ്റെതാകാം. പെട്ടെന്ന് മുറിക്കുള്ളിലേക്ക് കയറിയ രാജി വസ്ത്രം മാറി അവരോടൊപ്പം യാത്രയായി. അവസാനമായി വലിച്ചു കയറ്റിയ പുക അവൾക്ക് അസാമാന്യമായ
ധൈര്യം നൽകിയിരുന്നു. പോലീസുകാരോടൊപ്പം ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിൽ അവൾ ഏലിയാസിനെ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസവും അതിനുശേഷം അവനുമായി ജീവിക്കാൻ ഇടയായതുമായ സാഹചര്യങ്ങൾ ഒന്നൊന്നാകെ ഓർത്തെടുത്തു. രാജിക്കന്ന് 23 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. മധ്യ കേരളത്തിലെ ഒരു പ്രസിദ്ധിയാർജിച്ച കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാജി. BSc മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ കൂടെ പഠിച്ച ഒരു പാലാക്കാരൻ ബിബിൻ അവളെ വഴിതെറ്റിച്ചു. പാലായിലെ ഒരു റബ്ബർ കർഷകന്റെ മകനായിരുന്നു ബിബിൻ. പൂരെ പൂത്ത കാശ്. അവനാണ് ആദ്യമായി അവൾക്ക് കഞ്ചാവ് വച്ച സിഗരറ്റ് നൽകിയത്. അവളെ വിവാഹം കഴിക്കാമെന്ന മോഹന വാഗ്ദാനമൊക്കെ അവൻ നൽകിയിരുന്നു. പക്ഷെ അവൻ കഞ്ചാവിൽ ഒടുങ്ങി. ഒരു ദിവസം കഞ്ചാവ് വലിച്ചുകൊണ്ട് അവന്റെ പുതുപുത്തൻ മോട്ടോർ സൈക്കിളിൽ പട്ടണത്തിലൂടെ അമിത വേഗതയിൽ ഓടിച്ചുപോയി. പിന്നെ അവൻ തിരിച്ചു വന്നില്ല. ഏതോ ഒരു കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിച്ച് തരിപ്പണമായി പോയി അവൻ. ബിബിനുമായുള്ള ബന്ധം മറ്റൊരു തലത്തിലേക്ക് കടന്നിരുന്നു. അത് കോളേജ് മുഴുവൻ പാട്ടായി. വീട്ടിലറിഞ്ഞു. വീട്ടിൽ നിന്ന് എതിർപ്പ് വന്നെങ്കിലും രാജി അതൊന്നും കണക്കിലെടുത്തില്ല. ബിബിൻ മരിച്ചതോടുകൂടി വീട്ടിൽ നിന്നും പുറത്തായി. പിന്നെ പണത്തിനായി പല പണികൾ ചെയ്തു. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ് ഗേളായി. സ്വന്തമായി ചിത്രങ്ങൾ വരച്ച് വിറ്റു. ഒരു പത്രസ്ഥാപനത്തിലും കുറച്ചുനാൾ ജോലി ചെയ്തു. അവിടെ നിന്നെല്ലാം രാജി കഞ്ചാവ് വലിക്കുന്നു എന്ന് ഉടമസ്ഥർ മനസ്സിലാക്കിയപ്പോൾ അവളെ ജോലിയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. അങ്ങനെ സാവധാനം അവൾ അതിന് അടിമയായി മാറി. പിന്നെ അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന സ്ഥിതി വന്നു. ഏലിയാസ് അന്ന് അറിയപ്പെടുന്ന ഒരു ചിത്രകാരനായിരുന്നു. അന്നൊരു ദിവസം തിരുവനന്തപുരത്ത് ചിത്രങ്ങളുടെ പ്രദർശനം നടക്കുന്ന വേളയിലാണ് രാജി ഏലിയാസിനെ ആദ്യമായി കാണുന്നത്. ചിത്രങ്ങളെല്ലാം വളരെ നന്നായിരിക്കുന്നു കേട്ടോ. അഭിനന്ദനങ്ങൾ. ഏലിയാസിന്റെ അടുത്ത് ചെന്ന് രാജി സ്നേഹത്തോടെ ഇങ്ങനെ പറഞ്ഞു. മറുപടിയായി ഏലിയാസ്, വളരെ നന്ദി. എന്താ, താങ്കൾ വരയ്ക്കുമോ? കുറച്ചൊക്കെ. ഒന്നും ഇതുപോലെ ഒക്കില്ല. ഞാനും തുടക്കത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. എന്താ, എന്റെ കൂടെ കൂടുന്നോ? ഐ ആം എ ഫ്രീ ബേർഡ്. എനിക്കങ്ങനെ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ ഒരേ ഒരു മകളാണ്. മാതാപിതാക്കളിൽ നിന്നും വിട്ടുപോന്നിട്ടും ആ വീട്ടിലേക്ക് തിരിച്ചു പോകാതായിട്ട് 1 വർഷം കഴിഞ്ഞു എങ്കിലും ആ കാര്യം വെളിപ്പെടുത്താൻ രാജി തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് വീടിനോട്
ഉള്ളിൽ തോന്നി, ഉള്ളിൽ കനലായി കിടന്നിരുന്നു. വേണ്ട, ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. എനിക്ക് ഈ കുടുംബത്തിലൊന്നും യാതൊരു വിശ്വാസവുമില്ല. ഭാര്യ, ഭർത്താവ്, മക്കൾ, എന്തിനു വേണ്ടാത്ത ഈ വയ്യാവേലികളൊക്കെ വരുത്തി വെക്കുന്നു. Let us live together as long as we want. When we are fed up with each other, let's separate. Be happy as long as we can. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു ചിത്ര പ്രദർശനം ഏലിയാസ് തൃശൂരിൽ നടത്തി. അവിടെ കുറേയേറെ ചിത്രങ്ങൾ വിറ്റുപോയി. ഏലിയാസിന് നല്ലൊരു തുകയും കിട്ടി. പണം കയ്യിൽ വന്നതോടുകൂടി ഏലിയാസ് ദൂർത്തടിക്കാൻ തുടങ്ങി. അതിനായി പല സന്ദർഭങ്ങളിലും രാജിയെയും കൂടക്കൂട്ടി. രാജിക്ക് അയാൾ സ്വർണമാലകളും വളകളും വിലപിടിപ്പുള്ള രത്നങ്ങളും വാങ്ങി നൽകി. പക്ഷെ അതൊന്നും രാജിക്ക് ഉതകിയില്ല. കഞ്ചാവ് വാങ്ങാൻ അതൊന്നും മതിയായില്ല. എല്ലാം ഓരോരോ സന്ദർഭങ്ങളിലായി വിറ്റു തുലച്ചു. പിന്നെ കടത്തിലുമായി. പട്ടണത്തിലെ ആശുപത്രി മോർച്ചറിയിലെത്തിയ രാജി ഒറ്റ പ്രാവശ്യമേ നോക്കിയുള്ളൂ. അവന്റെ നീണ്ട മൂക്കും കടുക്കനിട്ട കാതുകളും നീട്ടി വളർത്തിയ മുടിയും ആവുന്നതിലധികം അടയാളങ്ങളായിരുന്നു. പക്ഷേ ഒരു നിസ്സംഗ ഭാവമായിരുന്നു അവളുടെ മുഖത്ത്. എന്താ, അറിയുമോ ഇയാളെ? പോലീസുകാരൻ ഗൗരവഭാവത്തിൽ ചോദിച്ചു. അറിയാം, എനിക്കറിയാം. എന്നോടൊപ്പം കഴിഞ്ഞിരുന്ന ഏലിയാസ് തന്നെയാണിത്. പക്ഷേ എങ്ങനെ മരിച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടാ. അവൾ നിർവികാരമായി മറുപടി പറഞ്ഞു. അത് പറയുമ്പോൾ അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മനസ്സൊന്ന് പതറി. അടുത്തുനിന്ന പോലീസുകാരൻ അത് ശ്രദ്ധിച്ചു. പക്ഷെ അയാൾ അപ്പോൾ ഒന്നും മിണ്ടിയില്ല. തിരിച്ചു വീട്ടിലെത്തിയ രാജിക്ക് ജീവിതത്തോട് തന്നെ വിരക്തി തോന്നി. ഏലിയാസിന്റെ ആത്മാവ് അവളെ പിന്തുടരുന്നത് പോലെ തോന്നി. ജീവിക്കാൻ മാർഗമില്ലെന്ന് വന്നപ്പോൾ പിന്നെ ജീവിതം തന്നെ അവസാനിപ്പിക്കാം എന്നവൾ തീരുമാനിച്ചു. പിന്നെ അതിനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ഏതെന്നായി അന്വേഷണം. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞ് അവൾ നേരത്തെ വലിച്ചിട്ട് വെച്ചിരുന്ന സിഗരറ്റിന്റെ ബാക്കിയെടുത്ത് ഒന്ന് തീ കൊളുത്തി പുക ആഞ്ഞു വലിച്ചു. എന്നിട്ട് രാജി തന്റെ ഒരു സാരി എടുത്ത് അതിൽ കുടുക്കിട്ട് പഠിച്ചു. അത് നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അതിന്റെ ഒരു തുമ്പ് സ്വീകരണ മുറിയിലെ ഫാനിൽ കെട്ടിയിട്ടു. മറ്റേ തുമ്പ് കൊണ്ട് കുടുക്കിട്ടുകൊണ്ടിരുന്ന സമയത്ത് പുറത്ത് വാതിൽക്കൽ ഒരു മുട്ട് കേട്ടു. പെട്ടെന്ന് ചിന്തിക്കാതെ രാജി വാതിൽക്കലേക്ക് നടന്ന്
കതകിന്റെ സാക്ഷ എടുത്തു. വാതിൽ തുറന്നപ്പോൾ കണ്ടത് അതൊരു പോലീസുകാരൻ. തലേന്ന് വന്ന 2 പോലീസുകാരിൽ ഒരാൾ, മറ്റൊരാൾ ഒരു ചെറുപ്പക്കാരൻ. ഏകദേശം 30 വയസ്സ് പ്രായം തോന്നിക്കും. പറ്റെ വെട്ടിയ മുടിയും ക്ലീൻ ഷേവ് ചെയ്ത സുന്ദരമായ മുഖവുമുള്ള ആ പോലീസുകാരൻ മനുഷ്യപ്പറ്റുള്ളവനായിരുന്നു. അയാൾ രാജിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി കുറച്ചു നേരം നിന്നു. സത്യത്തിൽ ആ നോട്ടത്തിൽ രാജി ഒന്ന് ചമ്മി. എന്നിട്ട് എന്താ, എന്തു വേണം? അല്പം ഗൗരവത്തോടെ രാജി ചോദിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അത് സ്വീകരിക്കാൻ താങ്കൾ വരണം. അതറിയിക്കാൻ വന്നതാണ്. ഒപ്പം ഈ ജഡം സംസ്കരിക്കണം. നിങ്ങൾ കൊണ്ടുവന്ന് മറവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആ കാര്യം എഴുതി തരണം. ഷടാ, നിങ്ങൾ എന്നെ ചാകാനും അനുവദിക്കില്ലേ? പെട്ടെന്ന് കോപത്തോടെ അറിയാതെ രാജി മനസ്സിൽ പറഞ്ഞു. ഏതെങ്കിലും ചുടുകാട്ടിൽ കൊണ്ടുപോയി മറവ് ചെയ്തുകൊള്ളൂ. നിസ്സംഗഭാവത്തിൽ രാജി പറഞ്ഞു വെച്ചു. ഉള്ളിൽ നിന്നും കഞ്ചാവ് വലിച്ച പുകയുടെ മണം പുറത്തേക്ക് കുമുകുമാ വന്നുകൊണ്ടിരുന്നു. ചെറുപ്പക്കാരനായ പോലീസുകാരൻ അത് തിരിച്ചറിഞ്ഞു. അയാൾ വാതിൽക്കൽ തന്നെ നിന്നുകൊണ്ട് മുറിയാകെ വീക്ഷിച്ചു. പെട്ടെന്ന് ഫാനിൽ നിന്നും താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന സാരി അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ക്ഷമിക്കണം, അതെന്താണ് ആ കിടക്കുന്നത്? സാരിയെ നോക്കിക്കൊണ്ട് പോലീസുകാരൻ ചോദിച്ചു. അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു നിമിഷം നിങ്ങൾ വൈകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കത് നേരിട്ട് കാണാൻ കഴിയുമായിരുന്നു. എന്റെ ജഡം അതിൽ തൂങ്ങിക്കിടക്കുന്നത്. എന്തൊക്കെയോ ഭ്രാന്തമായ രീതിയിൽ രാജി ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരുന്നു. മാഡം, നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ്. കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങളെ എവിടെ എത്തിച്ചു എന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ജീവിക്കാൻ മാർഗമില്ലെങ്കിൽ പിന്നെ മരണം മാത്രമാണ് ശരണം. രാജി അല്പം തന്റെ ഇടത്തോടു കൂടി പറഞ്ഞു. ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാകും സഹോദരി. അല്പം കാത്തിരിക്കണമെന്ന് മാത്രം, പോലീസുകാരൻ പറഞ്ഞു. മാസങ്ങളായി ഈ വീട്ടിൽ കറണ്ടില്ല. 6 മാസത്തോളമായി ഞാൻ വാടക കൊടുത്തിട്ട്. ഞാനോ കഞ്ചാവിന് അടിമയുമാണ്. അത് മാത്രം കൂട്ടുകാരെ എത്തിച്ചു തരും. എന്തിന്? ആഹാരത്തിന് പോലും നിലവിൽ എനിക്ക് വകയില്ല.
സഹായം അഭ്യർത്ഥിക്കാൻ കൂട്ടുകാരോ പരിചയക്കാരോ വീട്ടുകാരോ ഇല്ല. പിന്നെ എന്തിന് ഇനി ഞാൻ ജീവിച്ചിരിക്കണം? ഓക്കെ, മാഡം പറഞ്ഞതെല്ലാം ശരിയാണ്. അതെല്ലാം കഴിഞ്ഞ കാലങ്ങൾ. ഇപ്പോഴും ജീവിതം ബാക്കിയുണ്ട്. പ്രയത്നിക്കാൻ സമയവും. ജീവിതം ഒന്നേ ഉള്ളൂ. അത് നമ്മളെല്ലാവരും ജീവിച്ചു തന്നെ തീർക്കണം. പോലീസുകാരൻ പറഞ്ഞു. അത് മടുത്തു കഴിയുമ്പോൾ പിന്നെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്, ഭൂമിക്കൊരു ഭാരമാകാതെ. മാഡം തിരുവനന്തപുരത്ത് RCC വരെ ഒന്ന് പോകണം. അവിടെ കാണാം ആളുകൾ ജീവനോട് പടവെട്ടുന്നത്. ജീവന് വേണ്ടി, ജീവിക്കാൻ വേണ്ടി. അവരുടെ ദുഃഖം കാണുമ്പോൾ നമ്മൾ എത്ര ഭാഗ്യം ചെന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാകും. എന്താ, എന്നെ ഉപദേശിച്ചങ്ങ് നന്നാക്കാൻ വേണ്ടി വന്നതാണോ? രാജി ഈർഷ്യയോടെ ചോദിച്ചു. അല്ല മാഡം, പക്ഷേ ചികിത്സിച്ച് ഭേദമാക്കേണ്ട ഒരു രോഗം മാഡത്തിനുണ്ട്. അത് ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലാക്കിയിരുന്നു. കൈകളും ചുണ്ടുകളും വിറച്ചപ്പോൾ. എത്രയോ അഡിക്ഷൻ സെന്ററുകൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്. ആയിരക്കണക്കിന് ചെറുപ്പക്കാർ അതുവഴി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒരു ചിന്തയ്ക്ക് വിഷയമാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഒന്ന് നിർത്തിയിട്ട് പോലീസുകാരൻ വീണ്ടും ചോദിച്ചു, അല്ല, മാഡത്തിന് മാതാപിതാക്കളില്ലേ? അമ്മ മരിച്ചുപോയി, സഹോദരങ്ങളില്ല, അച്ഛൻ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ അച്ഛനുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. അവൾ അങ്ങനെ അങ്ങ് പറഞ്ഞുപോയി. പിന്നെ ഈ ഭൂമിയിൽ ആരുമില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് അച്ഛനെ വിളിച്ച ഈ പ്രശ്നങ്ങളൊന്ന് പറഞ്ഞുകൂടാ? ഏതച്ഛനാണ് പെങ്ങളെ മക്കളുടെ തെറ്റുകൾ ക്ഷമിക്കാത്തത്? ഞാൻ മതപ്രസംഗം നടത്തുകയാണ് എന്ന് വിചാരിക്കരുത്. ബൈബിളിലെ ധൂർത്തനായ പുത്രന്റെ ഉപമ വായിച്ചിട്ടില്ലേ? അല്ല, കേട്ടിട്ടില്ലേ? മകൻ തിരിച്ചു വന്നപ്പോൾ ആ പിതാവ് എത്ര കണ്ട് സന്തോഷിച്ചു. വിളിക്കൂ, അച്ഛനെ ഇപ്പോൾ തന്നെ വിളിക്കൂ. അനുസരിക്കാൻ ആദ്യം ബുദ്ധിമുട്ട് കാണിച്ചെങ്കിലും അടുത്ത നിമിഷം രാജി പോലീസുകാരനോട് കയറിയിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് മനസ്സില്ലാ മനസ്സോടെ അയാളുടെ സാന്നിധ്യത്തിൽ രാജി തന്റെ അച്ഛനെ വിളിച്ചു. അച്ഛാ, അച്ഛാ, ഇത് രാജിയാണ്. മോളെ, നീ ഇപ്പോൾ എവിടെയാണ്? എത്ര നാളായി നിന്നെ ഞാൻ അന്വേഷിക്കുന്നു. നിനക്ക് സുഖം തന്നെയല്ലേ? അതെ, സുഖം തന്നെ. എനിക്ക് വഴിതെറ്റിപ്പോയി. പക്ഷെ എനിക്ക് വീട്ടിലേക്ക് വരണമെന്നുണ്ട്. എനിക്കിവിടെ ജീവിച്ചു മടുത്തു. അതിനെന്താ മോളെ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാമല്ലോ. ഇതെല്ലാം നിനക്കുള്ളതല്ലേ? അച്ഛന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ രാജിയുടെ കണ്ണിൽ നിന്നും കണ്ണീർ കുടുകുടാ ഒഴുകിക്കൊണ്ടിരുന്നു. പിന്നെ പോലീസുകാരൻ അധിക സമയം അവിടെ നിന്നില്ല.
ദൈവം അയച്ച ഒരു മാലാഖയെ പോലെയായി അയാൾ അവിടെ നിന്ന് മറഞ്ഞു. പിറ്റേന്ന് പൊതുശ്മശാനത്തിൽ ഏലിയാസിനെ അടക്കുമ്പോൾ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ദൂരെ നിന്ന് രാജി ആ സംഗതി വീക്ഷിച്ചു. പെട്ടിയുടെ തലക്കൽ പിടിച്ച ആളെ രാജി ശ്രദ്ധിച്ചു. അത് തന്നോട് ഇന്നലെ സംസാരിച്ച ചെറുപ്പക്കാരനായ ആ പോലീസുകാരനായിരുന്നു. കഥ ഇവിടെ അവസാനിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും ഹൃദയംഗവുമായ നന്ദി. താങ്ക് യു സാർ. വളരെ ഇന്നത്തെ ഈ കാലഘട്ടത്തിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു കഥ. മനോഹരമാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ സൃഷ്ടി വളരെ മനോഹരം. അതിനകത്തുള്ള സാഹചര്യങ്ങളെല്ലാം ഇന്നത്തെ പുതിയ കാലഘട്ടത്തിന് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. പൂർണ്ണതയുണ്ടാക്കാതെ ആദ്യം മുതൽ അവസാനം വരെ അതിൻ്റെ ആ എല്ലാ ഭാഗവും സമന്വയിപ്പിച്ച് ഒരു പൂർണ്ണ കഥയുടെ തലത്തിലേക്ക് അത് മനോഹരമായി ജോഷി സാർ അത് അവതരിപ്പിച്ചു. അതിൻ്റെ ഒരു പക്ഷേ നോക്കി കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സിറ്റി ഒന്നുമില്ലാതെ കൃത്യമായിട്ട് ആ സാഹചര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെയുമല്ല വളരെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കഥ, ഒരു റിയൽ സ്റ്റോറി എന്ന് ചിന്തിക്കാൻ പറ്റുന്ന വിധത്തിൽ മനോഹരമായി. ശ്രീകുമാരി മാം പറഞ്ഞോളൂ. നല്ലൊരു കഥയായിരുന്നു. ആദ്യം കേട്ടപ്പോ അതൊരു ട്രേജഡി ആണെന്നാണ് തോന്നിയത്. അവസാനം അതിന്റെ പര്യവസാനം നല്ല ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് കലർന്നത് അവസാനിച്ചു. ഒരു സ്ത്രീയുടെ വഴിതെറ്റിയുള്ള ജീവിതമാണെങ്കിലും അവസാനം അവര് വെളിച്ചം കണ്ടു. അതിനുവേണ്ടി ഒരു ദേവദൂതനെ പോലൊരു പോലീസുകാരൻ അവിടെ എത്തുകയും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും, ഇതാണ് നിമിത്തം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ എല്ലാം ഈ ദൈവനിശ്ചയം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോരുത്തർക്കും ഓരോ ജീവിതം പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ചേ ജീവിക്കാൻ പറ്റുകയുള്ളൂ. നല്ലൊരു കഥ, പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ലൊരു എൻഡാണ് അതിന് ഉണ്ടായത്. വളരെ നല്ല കഥ സാർ. പറഞ്ഞ അവതരണ രീതി നന്നായിരുന്നു. താങ്ക് യു. എല്ലാ ജീവിത സാഹചര്യങ്ങളും ശുഭമായി മാറേണ്ടതാണ് അല്ലെ? എല്ലാ മനുഷ്യരുടെയും ജീവിതം. പക്ഷെ പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില വൈമുഖ്യങ്ങളാണ് അതിന്റെ എൻഡ് വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. അല്ലേ സാർ? ജോഷി സാറ് കഥ തുടങ്ങിയ ദേശം മുന്നോട്ട് പോയി എന്തോ ഒരു അസ്കിത, ഒരു വിഷമം തോന്നിക്കൊണ്ടിരുന്നു. പക്ഷെ പിന്നീട് സാറ് ഓരോ വാചകം തീർക്കുമ്പോഴും അടുത്തതെന്ത്, എങ്ങോട്ടാണ് കഥ തിരിയുന്നത് എന്നറിയാനുള്ളൊരു ആഗ്രഹമല്ല അത്യാഗ്രഹമുണ്ടായി. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒത്തിരി വഴികൾ കാണുകയാണ്. ചിലപ്പോൾ ഇങ്ങോട്ടായിരിക്കും പോകുന്നത്, സാർ അങ്ങോട്ടല്ല പോയത്, മറ്റൊരു വഴിയിലേക്കാണ് പോയത്. മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളും തലങ്ങളുമാണ് ആ കഥയിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരുപക്ഷെ ആ താഴിത്തുമ്പിൽ അവസാനിക്കാവുന്ന ആ ഒരു കഥയ്ക്ക് 99% അവിടെ അവസാനിച്ചു എന്ന് വിചാരിച്ച ആ കഥയ്ക്ക് ഒരു പുതുജീവൻ നൽകി പ്രത്യാശയുടെ കിരണം കേൾവിക്കാരിലേക്ക് തരികയാണ് കഥാന്ത്യമായി മാറിയത്. മറ്റൊരു കൈ അവരെ പിടിക്കാൻ മുന്നിലുണ്ട്, അതിന് മുന്നോട്ട് പോകാൻ ശബ്ദം നൽകിയ മനുഷ്യരും കൂടെ ഉണ്ടായിരുന്നു. അവർ തന്നെ പറയുന്നുണ്ട്, ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ആ സാരി എനിക്ക് ഉപകാരപ്രദമാകുമായിരുന്നു എന്ന്. ദേഷ്യത്തോടെ പറയേണ്ടവിടെ ഒക്കെ അവർ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. വീണ്ടും കഥാകാരനുള്ളിൽ പറയുന്നുണ്ട്, അവൾ എടുത്ത പുകയുടെ ഫലമായിട്ടാണ് ഈ ധൈര്യം
വന്നത് എന്ന്. എന്തായാലും ഭംഗിയായിട്ട് സാർ അത് അവതരിപ്പിച്ചു. നല്ലൊരു കഥ, ഈടിറ്റൊരു കഥ. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. മോഹൻദാസ് സർ. തലക്കെട്ട് തന്നെ അതിൽ മനസ്സിലായി സാർ. തിരിച്ചു വരവെന്ന് പറയുമ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു എന്നുള്ളത് സൂചന കിട്ടി. ആ രീതിക്ക് തന്നെയാണ് അവസാനവും. ഇത് ജോസി സാറിന്റെ കഥ പറയുന്ന രീതി വളരെ തന്മയത്തോടുകൂടി, വേറെ ആളുടെ കഥ ആണെങ്കിൽ പോലും തന്മയത്തോടുകൂടി അത് ഓരോന്നും എന്താ പറഞ്ഞാല് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഇങ്ങനെ നമ്മളും കൂടി അങ്ങോട്ട് കൈപിടിച്ച് കൊണ്ടുപോകുന്ന രീതിക്ക് കൊണ്ടുപോയി. എല്ലായിടത്തും ആ ട്വിസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തോ ട്വിസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചു, അത് തന്നെ അവിടെ സംഭവിക്കുകയും ചെയ്യും. അവസാന നിമിഷം വരെയും അത് സസ്പെൻസ് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഒരു നല്ലൊരു മെസ്സേജും ഉണ്ടായിരുന്നു. വേണമെങ്കിൽ വിചാരിച്ചാൽ ആരെയും നേരാക്കി കൊണ്ടുവരാമെന്നുള്ളത് അത് അവിടെ ഇവിടെയായിട്ട് ഓരോ സൂചനകളൊക്കെ തന്നു എന്നാണ് തോന്നുന്നത്. ഒരു ചേഞ്ച് ഉണ്ടാവും ഉള്ളത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. സാറ് പറഞ്ഞ പോലെ കാലഘട്ടത്തിന് യോജിച്ചൊരു കഥയാണ്. അവസാനമൊക്കെ പറഞ്ഞല്ലേ, എത്ര തെറ്റ് ചെയ്താലും അച്ഛൻ സ്വീകരിക്കും എന്നുള്ള ഇതൊക്കെ ആ ഒരു ഫിലോസഫിക്കൽ ഇതാണ്. ഇത് ഇത്രയൊക്കെയാണെങ്കിൽ തന്നെയും ആ ഒരു ബന്ധം ഉണ്ടാവും എന്നുള്ള ഇത് സ്ഥാപിക്കുന്നുണ്ട്. നല്ലൊരു ഏലിയാസും രാജി, അതുപോലെ തന്നെ മറ്റേ വിപിൻ ആ പയ്യൻ്റെത് ഇത് സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു ഇതാണെങ്കിൽ പോലും അതെല്ലാം കോർത്തിണക്കി വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥ തന്നെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ഓക്കെ സർ, താങ്ക് യു. രാജു സാർ. അഡ്മിറ്റ് ആവുന്നില്ല സർ? അഡ്മിറ്റ് ആയില്ലല്ലോ. യെസ്, ഓക്കെ. താങ്ക് യു സബു സർ. ഓൾ ഈസ് വെൽ ദാറ്റ് എൻഡ്സ് വെൽ. ഷേക്സ്പിയറിന്റെ വാക്കുകളാണ്. ഷേക്സ്പിയറിന്റെ ഒരു നാടകത്തിന്റെ പേര് തന്നെയാണ്. അദ്ദേഹത്തിന്റെ രണ്ട് തരത്തിലുള്ള നാടകങ്ങളായിരുന്നു. ഒന്ന് ശുഭപര്യവസാനി, അതായത് കോമഡി എന്ന് പറഞ്ഞാൽ മോശമല്ല, ശുഭപര്യവസാനി അവസാനിപ്പിക്കുന്നത് ശുഭമായിട്ടാണെങ്കിൽ കോമഡി എന്നും, അതുപോലെ തന്നെ അവസാനിക്കുന്നത് അത് അശുഭമാണെങ്കിൽ ട്രാജഡി എന്നും പറയാം. എന്നാൽ ഒരു കോമഡി തന്നെയാണ്. കാരണം നായകൻ നായികയാണ്. നായികയ്ക്ക് നല്ല അന്ത്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് കോമഡി എന്ന് പറയാം സാർ. ഇവിടെ ഇടയ്ക്ക് ദുരന്തങ്ങളൊക്കെ ഉണ്ടാക്കി അവസാനിക്കുന്നത് നായികയുടെ ശുഭ പര്യവസാനമായിട്ട്, അല്ലെങ്കിൽ നായികയ്ക്ക് നല്ല അവസ്ഥ വരുന്ന അവസ്ഥയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കഥകളാണ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളധികം മോട്ടിവേറ്റ് ചെയ്യുന്നത്. കാരണം എന്ത് വന്നാലും അത് അവസാനിക്കുന്നത് നല്ലതിനു വേണ്ടിയാണ് എന്നുള്ളത്, എല്ലാം നല്ലതിനെന്നുള്ള ആ ചിന്ത തീർച്ചയായിട്ടും നമ്മളിലേക്ക് അത് പ്രേരിപ്പിക്കും. ജോഷി സാറിന്റെ വ്യാഖ്യാന രീതി പറയേണ്ട ആവശ്യമില്ല. വളരെ നമ്മളേക്ക് ഇങ്ങനെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിലുള്ളതായിട്ടുള്ള വ്യാഖ്യാന രീതിയായിരുന്നു. കാരണം ജിജ്ഞാസ ഉളവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള വ്യാഖ്യാന ശൈലി, അല്ലെങ്കിൽ ഇതിവൃത്തം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച ജോഷി സാറിനെ പ്രത്യേകമായിട്ട് ബോധിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു സർ. റോയ് സാർ. യെസ് സാർ. ഇത് കഥ വളരെ സിമ്പിളാണ്. ഇത് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ പലയിടത്തും സംഭവിച്ചു പോകുന്നു. പക്ഷേ അതിൻ്റെ ആഖ്യാന രീതി അത് പ്രസന്റ് ചെയ്തപ്പോഴാണ് ഇത് കേട്ടിരിക്കാൻ പറ്റിയത്. അപ്പോൾ ഒരു കാര്യം സാധാരണ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം, ഇതിനകത്ത് കഥാപാത്രങ്ങളായിട്ട് രാജി എന്ന ചെറുപ്പക്കാരിയും അതേ താല്പര്യത്തിലുള്ള വിപിൻ എന്ന ചെറുപ്പക്കാരനും ആണ് ഈ കഞ്ചാവിന് അടിമയായി ജീവിക്കാൻ തുടങ്ങിയത്. പിന്നീട് ഏലിയാസ് എന്ന് പറയുന്ന ഒരാളും കയറി വന്നു. അപ്പോൾ സിമിലറായിട്ട് താല്പര്യമുള്ള ആൾക്കാരുകളൊക്കെ ഒത്തുചേരുന്ന ഒരു സാഹചര്യം ഇത് കണ്ടത്. പക്ഷെ ഇവരുടെ ഒക്കെ ജീവിതം പോക്കാണെന്നുള്ള വിവരം ഇവർക്ക് അറിഞ്ഞുകൂടെങ്കിലും മറ്റുള്ളവർക്ക് ഈ പോലീസുകാരൻ തിരിച്ചറിയും. അപ്പം ഞാനിവിടെ ശ്രദ്ധിക്കുന്നത് സാധാരണ ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം കൈയൊഴിയുന്ന ബന്ധുക്കള്, പേരൻസ്, ഇതാണ്
അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവർ കൈകാര്യം ചെയ്യാതെ വരുന്ന ഒരു സാഹചര്യമാണ് ഇങ്ങനെയൊക്കെ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ വിപിൻ എന്ന ചെറുപ്പക്കാരനും പേരൻസ് ഉണ്ട്, അവർ ശ്രദ്ധിച്ചിട്ടില്ല. ഏലിയാസിന്റെ പേരൻസും ശ്രദ്ധിച്ചിട്ടില്ല. വിപിനുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്ത് ഈ രാജിയുടെ വേണ്ടപ്പെട്ടവർ ശ്രദ്ധിച്ചില്ല. എങ്കിലും തന്നെ തിരിച്ചറിഞ്ഞ ഒരവസരം വന്നപ്പോൾ മാത്രമാണ് പേരൻസ് വീണ്ടും സംരക്ഷണത്തിൽ വന്നത്. അപ്പൊ അതിന് വന്ന സാഹചര്യങ്ങൾ വളരെ പോസിറ്റീവായി വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുന്നത് കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് ഉണ്ടാകുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അവരുടെ ആ സ്വഭാവത്തിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട്. അതിനെല്ലാം പേരൻസ് ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ കുറേയൊക്കെ പരിഹരിക്കാൻ പറ്റും എന്നതാണ് ഈ കഥയിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിട്ട് വന്നത് അവസ്ഥ. ഏതായാലും ഈ ഒരു ചെറിയ കഥാബിന്ദു ഇത്രയും സമയം വളരെ ഭംഗിയായി കേട്ടിരിക്കാൻ അവസരമൊരുക്കിയ ജോഷി സാറിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു സാർ. താങ്ക് യു സാർ. ശുദ്ധോധന ഡോക്ടർ. നമുക്ക് ഒരു ഡ്രഗ് അഡിക്റ്റ് പിന്നെ സംഭവിക്കുന്ന ദുരന്തം ആണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ഒരു നന്മയുള്ള പോലീസുകാരൻ വന്ന് ഈ വഴിപിഴച്ചു പോയ മകളെ രക്ഷപ്പെടുത്തുന്ന ഇത് ഇനി കേരളത്തിൽ നിരന്തരം സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണിത്. കാരണം നമുക്കറിയാം ഈ MDMA-യും മദ്യവും മയക്കുമരുന്നും ഒക്കെ സുലഭമായിട്ട് ക്യാമ്പസുകളിലൊക്കെ ലഭ്യമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് വലിയ ലോകം വാഴ്ത്തുന്ന ചിലരെയൊക്കെ എനിക്ക് ഓർമ്മ വന്നു ഈ കഥ കേട്ടപ്പോൾ. ഈ കവി അയ്യപ്പൻ ഒരു ഗട്ടറിൽ മരിച്ചു കിടക്കുകയായിരുന്നു തിരുവനന്തപുരത്ത്. വളരെ പ്രശസ്തനായ കവി, അറിയപ്പെടുന്ന ആള്. അതേപോലെ P. കുഞ്ഞിരാമൻ നായർ ഒരു സത്രത്തിൽ ആരോരും അറിയാതെ മരിച്ചു കിടക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ ലഹരി, ജീവിതം ലഹരിയാക്കാൻ അറിയാത്തവര് വിലയ്ക്ക് വാങ്ങിയിട്ട് ലഹരിയൊക്കെ ഉപയോഗിക്കുന്നവരുടെയൊക്കെ എണ്ണം കേരളത്തിൽ വല്ലാതെ വർദ്ധിച്ചു വരികയാണ്. ഈ ഡി അഡിക്ഷൻ സെന്ററുകളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു വരികയാണ്. അതേപോലെ ഇതിൽ പരിഹാരം ഈ കഥയിൽ പറയുന്നുണ്ട്. കൈപിടിക്കാൻ ഒരാളെത്തിയാൽ ഒരു പക്ഷേ കുറച്ചു പേരെങ്കിലും ഒക്കെ രക്ഷപ്പെടുമായിരിക്കും. പക്ഷെ ഞാൻ ഇതിന് ശുഭാപ്തി വിശ്വാസി അല്ല. കാരണം കർക്കശമായ നിലപാടുകൾ എടുത്ത് ഭരണകൂടം ഈ മയക്കുമരുന്ന് കൈവെക്കുന്ന പാവം ഈ ബൈക്കിൽ വരുന്ന ചെക്കനെ, എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയാണ് പിടിക്കുന്നത്. MDMA-യുമായിട്ട് പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് കടാകടിയന്മാർ, എക്സൈസുകാരും ഒക്കെ നിരന്ന് നിന്ന് ഒരു പാവം ചെക്കനെ, അത് മുടിയൊക്കെ ഈ വൈക്കോൽ തുറു പോലൊക്കെ വളർത്തിയേക്കുന്ന ഒരു വികൃത രൂപിയായ ഒരു ചെക്കനെ പിടിച്ച് നിർത്തിയിട്ട് ചുറ്റും എക്സൈസുകാരും ഒക്കെ നിന്നിട്ടുള്ള പടങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ ഡ്രഗ് മാഫിയയുടെ വേരറുത്ത് കളഞ്ഞു എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോഴും ഇതിൻ്റെ ഒറിജിൻ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ ഒരു ശ്രമവും നടത്താത്തൊരു രാജ്യം, ഒരു സംസ്ഥാനം. പിന്നെ ഈ പറഞ്ഞ പോലെ മദ്യം സുലഭമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന സർക്കാർ, പിന്നെ മക്കൾ എന്താണ് കഴിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാത്ത അച്ഛനമ്മമാർ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ദൂഷിത വലയത്തിലേക്ക് കേരളം തലകുത്തി വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ നമ്മുടെ മക്കളൊക്കെ ഈ വഴിക്ക് പോവല്ലേ എന്ന് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ. ഒരു സിനിമാടൻ പറഞ്ഞില്ലേ, എൻ്റെ മകനെ ഞാൻ സിനിമാ ലോകത്തേക്ക് അയക്കില്ല, കാരണം അവിടുത്തെ ഈ മയക്കുമരുന്നിൻ്റെയും ഡ്രഗിൻ്റെയും ഒക്കെ ചീത്തത്തരങ്ങളെല്ലാം വിളനിലവായിരിക്കുന്ന ഒരു സിനിമാ ലോകത്തേക്ക് എൻ്റെ മകനെ ഞാൻ അയക്കില്ല എന്ന് ഒരു സിനിമാടൻ പറയുന്ന അവസ്ഥയിലേക്ക് കേരളം അധപ്പതിച്ചുവെങ്കിൽ ക്രൈ മൈ ബിലവഡ് കൺട്രി എന്ന്, അല്ലെങ്കിൽ കേഴുക പ്രിയ നാട് എന്നൊക്കെ നമുക്ക് പറയാനേ പറ്റുള്ളൂ. ഇതേപോലെയുള്ള ഒരു കഥ കേൾക്കുമ്പോൾ ഇതുപോലെയുള്ള പോലീസുകാരൊക്കെ കേരളത്തിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. കാരണം ഇത് ഈ ഒരു എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സംഭവത്തിൽ ഈ ഒരു മയക്കുമരുന്നിന് അടിമയായ മകനെ പൊതിഞ്ഞു പിടിക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യുന്നത്. ആരെയും അറിയിക്കാതെ വളരെ നിഗൂഢമായിട്ട് അവനെ കൊണ്ടുപോയിട്ട് നടതള്ളുന്നത് പോലെ ഡി അഡിക്ഷൻ സെന്ററിൽ വിടും. അത് കഴിഞ്ഞ് തിരിച്ചു പിടിച്ച് കൊണ്ടുവരും. അതും കഴിഞ്ഞ് പിന്നെ അവിടെ കൊണ്ടുവന്ന് വിടും. ഇങ്ങനെ ആവർത്തിക്കുന്ന രീതിയിൽ. അപ്പോൾ കേരളത്തിനെ വലിയ ഭീകരമായിട്ട് നേരിടാൻ പോകുന്ന ഒരു പ്രശ്നമാണിത്. പക്ഷെ ഇതൊരു വെസ്റ്റേൺ കഥയുടെ ഛായയിലാണ് വന്നത്. നമ്മൾ ഈ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ്
നോവലുകളിലും കഥകളിലും ഒക്കെ കേൾക്കുന്ന രീതിയിൽ ഒരു വിദേശ അന്തരീക്ഷത്തിലാണ് കഥ അങ്ങനെ അവതരിപ്പിക്കപ്പെട്ടത്. എങ്കിലും അതിപ്പോൾ എല്ലാ നാട്ടിലേക്കും കേരളത്തിലേക്കും അനുയോജ്യമായിട്ട് മാറുന്നു. വളരെ ദുഃഖത്തോടെ നമ്മൾ മാതാപിതാക്കളൊക്കെ ഇത് കേൾക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇനി എൻ്റെ കണക്കൂട്ടലിൽ നമ്മുടെ ഈ ക്യാമ്പസുകളിലെ അരാജകത്വവും ഒക്കെ ഇതിൻ്റെ ഫലമായിട്ട് ധാരാളം പേർ, പ്രത്യേകിച്ചും പെൺകുട്ടികളൊക്കെ ഈ വഴിക്ക് നീങ്ങാം. ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വീഡിയോ, അതിലൊരു ഈ കോളേജ് പെൺകുട്ടികൾ കള്ളുഷാപ്പിൽ മദ്യപിക്കുന്ന ഒരു കാര്യം ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോൾ വളരെ പണ്ഡിതമായിട്ടുള്ള ഒരു വനിത, അധ്യാപികയാണ്, റിട്ടയർഡ് അധ്യാപികയാണ്, പറഞ്ഞു ഈ ആണുങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയോ കള്ളു കുടിച്ചാൽ എന്താ സംഭവിക്കുകയെന്ന്. ഞങ്ങൾ പെണ്ണുങ്ങളും കൂടെ അനുഭവിക്കട്ടെ, ഇവർക്ക് മാത്രമുള്ളതാണോ ഈ കള്ളും കഞ്ചാവും ഒക്കെ, ഞങ്ങളിവിടെ ഒന്ന് ആസ്വദിക്കട്ടെ എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് തീരെ ശുഭാപ്തി വിശ്വാസം ഇല്ലാത്ത ഒരു ദുഷിച്ച കാലഘട്ടത്തിൽ ഇതേപോലെയുള്ള കഥകളൊക്കെ വരുന്നത് നല്ലതാണ്. ഇത് വായിക്കാൻ കഴിയുന്നവരൊക്കെ ഈ അഭയം എവിടെ എന്ന് അന്വേഷിക്കും. മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഈ മയക്കുമരുന്ന് വിറ്റ ആളിനോ മദ്യം വിറ്റ കൂട്ടുകാരനോ അല്ലെന്നുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടുപോയ കാമുകനോ ഒന്നും ഉണ്ടാവില്ല. അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കിടക്കുമ്പോഴും അതേപോലെ തന്നെ ഈ ഒരു കൈയും കാലും ഒടിഞ്ഞ് റോഡിൽ കിടക്കുമ്പോഴും ഒക്കെ നെഞ്ഞത്തടിച്ച് കരഞ്ഞോടി വരുന്നത് ഒരു അമ്മയോ അച്ഛനോ മാത്രമായിരിക്കും. അപ്പോൾ എത്ര പട്ട് കിടന്നാലും വന്നോളൂ മകളെ എന്നും പറഞ്ഞ് വിളിച്ച് സ്വീകരിക്കാൻ തയ്യാറാകുന്ന അച്ഛനെ പോലെ ഉള്ള ഒരു ജനറേഷനാണ്. അത് കഴിഞ്ഞാൽ അതും ഉണ്ടാവില്ല. ആരുടെയോ കുട്ടി എവിടെയോ കിടക്കട്ടെ എന്നുള്ള രീതിയിൽ. എന്നാലും വളരെ പ്രാധാന്യമുള്ള ഒരു കഥ, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് സിമ്പിളായിട്ട് അവതരിപ്പിച്ചു. ഒരു വലിയ ഒരു പ്രശ്നവും അതിന് പരിഹാരവും ഇതിനകത്ത് നിർദ്ദേശിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒരു സമാധാനം. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ കഥ കേട്ടപ്പോൾ ഉള്ള കമൻറ്റുകൾ. താങ്ക് യു. താങ്ക് യു സാർ. തീർച്ചയായിട്ടും ഇതിനകത്ത് കഥയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഒരു പഫ് അല്ലെങ്കിൽ തൊട്ടു മുമ്പ് വലിച്ച പഫിന്റെ ശക്തി അത് കൂടുതൽ ഊർജമുള്ള ഒരവസ്ഥയിലേക്ക് ഉലയനാഥൻ സാർ പറഞ്ഞു. അപ്പൊ അവിടെ ഇതാണ് സത്യത്തിൽ പലപ്പോഴും നടക്കുന്നത്. ഈ നമ്മള് ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് നമ്മൾ പറയുന്നതാണ്, ഏതാണ് ഏറ്റവും ബുദ്ധിമുട്ട് പരീക്ഷയ്ക്ക് പഠിക്കാൻ? മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, മാത്തമാറ്റിക്സ് മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ചെറിയൊരു സൂത്രം തരാം എന്ന് പറഞ്ഞൊക്കെയാണ് കുട്ടികളെ സത്യത്തിൽ ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ ഇന്ന് ക്ലാസ്സിൽ ഇത് ചവച്ചുകൊണ്ടിരുന്നാൽ ആ ടോപ്പിക് പിന്നെ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട, ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മായത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ പോലും അറിയാതെ ചതിക്കുഴിയിലാക്കുന്ന ഒരു വലിയ കുട്ടികളുടെ തന്നെ ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ അതോട് ചേർന്ന ഗ്രൂപ്പ്. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു മാരകമായ അവസ്ഥ തന്നെയാണ്. അതിന് നല്ല ഒരു മാർഗം, അതിന്റെ അവസാനം തന്നെയാണ് അതിന്റെ ക്ലൈമാക്സ്. എല്ലാ മാതാപിതാക്കളും എപ്പോഴും അവരുടെ മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ നാണക്കേട് കൊണ്ടോ മാനക്കേട് കൊണ്ടോ തുറന്നു പറയാൻ പറ്റാത്തത് കൊണ്ടോ ഒക്കെ മക്കൾ പിന്നെ അകന്നകന്ന് പോകുന്ന ഒരു അവസ്ഥ. ജോർജ് സാർ. ഹായ്, താങ്ക് യു സാർ. ആദ്യമേ ജോഷി സാറെ പ്രത്യേകം അഭിനന്ദനം പറയട്ടെ. അനുഗ്രഹീതമായ അവതാരകൻ, അത് പറയാതിരിക്കാൻ വയ്യ. അത് ജോഷി സാറിന് സിദ്ധിച്ചിരിക്കുന്ന ഒരു വലിയ കഴിവാണ്. ആ ശബ്ദം, ആ മാധുര്യം, ആ അവതരണ രീതി, വാസ്തവത്തിൽ ഇനിയും സിനിമയിലേക്ക് ചാൻസ് ഉണ്ടോ എന്ന് വരെ എനിക്ക് മനസ്സിൽ തോന്നുക. ഈ ഡബിങ് ആളൊന്നും നമ്മൾ കാണുന്ന ആളല്ലല്ലോ സിനിമയിലൊക്കെ യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത്. ശബ്ദം പകർന്നത് ജോഷി ആപ്പീസിൽ എന്ന് പറയുന്ന സിനിമകളൊക്കെ ഇനിയും വരാൻ സാധ്യതയുണ്ട്, ഇത് പലരും കേൾക്കുകയാണെങ്കിൽ. സാറെ, കഥ എഴുത്തുകാരനെ കുറിച്ച് ഞാൻ വിട്ടെങ്കിലും കഥാപാത്രങ്ങൾ രാജി, ബിപിൻ, ഏലിയാസ്, പോലീസുകാർ, അച്ഛൻ, എല്ലാവരെയും നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. എപ്പോഴും ഉദ്വേഗം നിറഞ്ഞിരിക്കുന്ന പോലെ, ഇനി എന്തായിരിക്കും, എന്ത് സംഭവിക്കാമല്ലോ, കഷ്ടമായി പോയില്ലേ, നമ്മളങ്ങനെ അങ്ങനെ 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 അങ്ങ് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ചിന്തകളൊക്കെ അനുസരിച്ച്. പക്ഷെ അതൊന്നും അല്ലായിരുന്നു യാഥാർത്ഥ്യം. നല്ലത് ഒരു മാലാഖ വന്നതുപോലെ, അല്ലെങ്കിൽ ഒരു രക്ഷകൻ വന്നതുപോലെ രാജിയെ രക്ഷപ്പെടുത്തിയ പോലീസുകാരൻ, നമ്മുടെ സങ്കല്പത്തിലുള്ള പോലീസുകാരൊക്കെ തിരുത്തുന്ന മാതൃക പോലീസുകാർ. ഇവിടെ നമ്മൾ ഓർക്കണം, നമ്മുടെ സമൂഹം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ, ഒരുപക്ഷെ നമുക്കിങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞത് തന്നെ അതൊരു വലിയ ഭാഗ്യമല്ലേ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ
മഹാദുരന്തത്തിൻ്റെ വക്കിലാണ് നമ്മുടെ സമൂഹം നിലനിൽക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ, ഭരണ സംവിധാനങ്ങൾ എല്ലാം അതിന് വളം കൊടുക്കുന്നവരാണ്, നിൽക്കുന്നവരാണ്. ഒരു പരിധിവരെ പറഞ്ഞ കൂട്ടിക്കൊടുപ്പുകാരെന്ന് വിശേഷിപ്പിച്ചാൽ പോലും തെറ്റില്ല. പിടിക്കപ്പെടുന്ന എക്സൈസ് വകുപ്പുകാരൊക്കെ പിടിക്കപ്പെടുന്നത്, കള്ളക്കടത്തുകാർ പിടിക്കുന്നതൊക്കെ വളരെ ചെറിയ ഒരു ശതമാനം മാത്രമാണ്. എത്രയോ അതിൻ്റെ ഇരട്ടിയല്ല, 10 മടങ്ങല്ല, അതിൽ കൂടുതൽ വിപണനം നടത്തി കഴിയുമ്പോൾ ഇവര് പേരിന് വേണ്ടി മാത്രം പിടിക്കുന്ന വാർത്തകൾ പുറത്തു വരാറുണ്ട്. അപ്പോൾ ഇത് കൂട്ടുകച്ചവടം അല്ലെന്ന് എങ്ങനെ പറയാൻ നോക്കും? ഭരണാധികാരികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉന്മൂലനം നടത്താം എന്നുള്ളത് ഉറപ്പാണ്. മറിച്ച് ഇപ്പോൾ 1-ാം തീയതി ഉള്ള അടവ് 12 ദിവസത്തെ കച്ചവടം മുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ 12 ദിവസത്തെ കച്ചവടം തുടങ്ങിയ ഖജനാവിനും നഷ്ടം, കച്ചവടക്കാർക്കും നഷ്ടം, അതോ തുറക്കണം. പിന്നെ കുറച്ച് പേരേ ഉള്ളൂ ഇന്ന നാട്ടില് ചെറുപ്പക്കാര്, അവർ IT മേഖലകളിൽ ജോലി ചെയ്യുന്നു. അവിടെ നമുക്ക് 24 മണിക്കൂറും പബ്ബ് തുടങ്ങാം. അവരെ കൂടെ തീർത്താൽ പിന്നെ ബാക്കി നമ്മുടെ നാട് സുന്ദരമായി തീരും. ആ വിധത്തിലേക്കാ പോകുന്ന ചിന്തകളൊക്കെ. കച്ചവടക്കാർക്ക് വേണ്ടി ഉള്ളൊരു ഭരണ സംവിധാനം നെടുവീർപ്പിടാനല്ലാതെ നമുക്കൊന്നും തിരുത്താൻ അധികാരവും ഇല്ല, ആഗ്രഹം ഉണ്ടായിട്ട് കാര്യവുമില്ല. പിന്നെ എന്നാലും ഇങ്ങനെ പറയാം. ഇതൊക്കെ ഇങ്ങനെ ഈ ചരിത്രത്തിന്റെ ഭാഗമായി അവശേഷിക്കുമല്ലോ. സാബു സാറ് അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, യൂട്യൂബിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്നെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടേക്കും. എന്തായാലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഈ ചിന്തകൾ വലിയൊരു വെളിച്ചം തട്ടിമുട്ടി ഉണർത്തി കേൾപ്പിക്കാൻ ഇടവരുത്തി. മാത്രമല്ല, കഥയിൽ പോലീസുകാരൻ പറഞ്ഞ ആ വാക്കുകൾ എല്ലാവരുടെയും കാതുകളിൽ മുഴങ്ങേണ്ടതാണ്. ആത്മഹത്യ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. ഒരു ചെറിയ താൽക്കാലിക പ്രശ്നത്തിന് ശാശ്വതമായ പ്രതിവിധി അല്ലേ? അതുകൊണ്ട് അതിൽ നിന്ന് മോചനം കാണാൻ എല്ലാ പ്രശ്നത്തിനും ഒരു വഴിയുണ്ട്, മോചനമാർഗമുണ്ട്, പരിഹാരമുണ്ട്. അത് കണ്ടെത്തുന്നവരെ ഒന്ന് ക്ഷമിക്കണം. അതിനുള്ള വഴി ഉണ്ടാകട്ടെ, സമൂഹത്തിന് മുഴുവൻ ലഭിക്കട്ടെ. അതിനെ നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം, സാധ്യമാകുന്നത്ര പ്രവർത്തിക്കാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. രമാവതി മാം. സാറേ, ഞാൻ കേൾക്കാമോ സാറേ? കേൾക്കാം. ഞാൻ കഥ തുടങ്ങുമ്പോ വാസ്തവത്തിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. മോൻ പെട്ടെന്ന് വന്നിട്ട് ഒന്ന് ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി തോന്നി. അപ്പൊ മോൻ പറഞ്ഞു ഫ്രണ്ടിന്റെ വീട്ടിൽ ജിജോന്റെ അടുത്ത് പോയിട്ട് വരാൻ അമ്മയെന്ന്. അപ്പൊ എനിക്കൊരു സാഹചര്യം കിട്ടി. ഞാൻ വേഗം കേട്ടത് ആ പെൺകുട്ടി സിഗരറ്റ് വലിക്കുന്നതാണ്. സിഗരറ്റിന്റെ പൊടി തട്ടിയിട്ട് സിഗരറ്റ് കഞ്ചാവിട്ട് വലിക്കുന്നതാണ്. അതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സാബു സാറ് പറഞ്ഞ അവസാനിപ്പിച്ചതിൽ നിന്ന് പണ്ട് പറയാറുണ്ട്, ലാസ്റ്റ് പഫ് ഓഫ് ദി സിഗരറ്റ് ഈസ് സ്വീറ്റർ ദാൻ ഫസ്റ്റ് കിസ് ഓഫ് ദി ലേഡി എന്ന്. അത്രയും മനോഹരാന്നാ പറയുന്നത്. അപ്പം ഒന്നാമത് നമ്മുടെ സാറ് കഥ പറയുന്ന രീതി ഉണ്ടല്ലോ, എനിക്ക് എപ്പോഴും ഞാൻ പറയാറുണ്ട്, എങ്ങനെ ഇങ്ങനെ ഒരു കഴിവ് കിട്ടിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. കാരണം ആ ഒരു സാധാരണ ഗതിയിൽ നമുക്കൊന്നും എനിക്കാവൂല, എന്ത് വിചാരിച്ചാലും ഇതിന്റെ പകുതി പോലും പറയാൻ പറ്റില്ല എനിക്ക് ഇത്ര ഇതായിട്ട്. അപ്പൊ സാറത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, ആ അച്ഛന്നൊക്കെ വിളിക്കുന്നത് ഇങ്ങനെ ഇപ്പുറത്തിരുന്നിട്ട് അപ്പുറത്തുള്ള അച്ഛനെ വിളിക്കുന്ന പോലെ അച്ഛാ അച്ഛാ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ നിന്നുള്ള മറുപടി ഇങ്ങനെ, മോളെ നീ എവിടെയെന്ന് പറഞ്ഞിട്ട് ശരിക്കും ഞാൻ എന്റെ കണ്ണില് ഒരു തുള്ളി വെള്ളം വന്ന സമയത്ത്, സത്യം ഞാൻ പറയുന്നത്. കാരണം ആ ഒരു എഫെക്ഷൻ ഉണ്ടല്ലോ, അച്ഛനും മോളുമായിട്ടുള്ള എഫെക്ഷൻ സാറ് അത് അവതരിപ്പിക്കുമ്പോ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ കഥയില് പറയുമ്പം നമ്മള് എല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഈയിടെ ഒരു ജഡ്ജ് പറഞ്ഞത്, പിന്നെ ജഡ്ജിന് കണ്ണുനീരണിഞ്ഞ ഒരു സംഭവം ഉണ്ടായി. ഒരു കുട്ടി പിന്നെ ഇതുപോലെ മയക്കുമരുന്നിന്റെ ഇതില് കേസിൽ അകപ്പെട്ടിട്ട് ജയിലിൽ അടച്ചു. ആ കുട്ടീന്റെ അച്ഛനാണെങ്കിൽ തഹസിൽദാറോ അങ്ങനെ എന്തോ ജീവനക്കാരനാണ്. അപ്പം അയാള് ഹൃദയം പൊട്ടി മരിച്ചു. മോനെ ഇങ്ങനെ ജയിലിൽ അടച്ചതുകൊണ്ട് ഇങ്ങനെ കഞ്ചാവ് കേസ്, അയാള് ഒരു മാന്യനാണല്ലോ. ഹൃദയം പൊട്ടി മരിച്ചിട്ട് ആ ഡെഡ് ബോഡി കാണാൻ ഈ കുട്ടീനെ കൊണ്ടുപോകുമ്പോ പിന്നെ അവിടെ എത്തിയിട്ടാകുമ്പോ വീണ്ടും ഒരു അഭ്യർത്ഥന, എന്റെ
അമ്മേനെയും പെങ്ങളെ ഒന്നും കണ്ടോട്ടെ എന്ന് റിക്വസ്റ്റ് ആണ്. അപ്പൊ അയാൾ പറയുന്ന വാക്ക് എന്ന് പറഞ്ഞാല് ഒരു അമ്മേനെയും പെങ്ങളോടും സംസാരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മോൻ ഒരു കാര്യം ചോദിക്കുകയാണ്, റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പൊ അത്രമാത്രം ദോഷം ചെയ്യുന്നുണ്ട്. സാറിന്റെ കഥയിലെ കഥാപാത്രം ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികൾക്ക് ചാബല്യം ഉണ്ടാവും എല്ലാറ്റിനും. അപ്പൊ അങ്ങനെ ചാബല്യം ഉണ്ടാവുമ്പം എനിക്ക് തോന്നുന്നു കൈ തൊട്ട് മേല് തൊട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും തൊട്ട് കളിക്കുന്നല്ലാണ്ട് അവർക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ധൈര്യം കിട്ടൂല ആമ്പിള്ളേർക്ക്. അപ്പൊ എന്ത് ചെയ്യും? ഒന്നുകിൽ സ്മോൾ അടിപ്പിക്കും, ഇല്ലെങ്കിൽ കഞ്ചാവ് വലിപ്പിക്കും. അപ്പൊ അവരെ വിചാരം പെൺകുട്ടികള് ഒന്നും അറിയില്ല. അങ്ങനെയാണ് ചില ആൾക്കാർ തുടങ്ങുന്നതെന്നാ ഞാൻ പറഞ്ഞു. ഞാനത് പച്ചയായിട്ട് പറയുന്നതിന് ശ്രമിക്കണം സാറേ. അങ്ങനെയാണ് തുടങ്ങുന്നൊക്കെ പറയുന്നത്. അങ്ങനെ തുടങ്ങിക്കഴിയുമ്പോ തന്നെ പിന്നെ ഇതിന്റെ അടിമയായി മാറുകയാണ്. പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികളും അങ്ങനെ തന്നെ അടിമയായി മാറിക്കഴിഞ്ഞാല് പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാലും കുട്ടിക്ക് ഇത് എത്തിച്ചു കൊടുക്കും. കാരണം എത്തിക്കാൻ വീട്ടിൽ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ ഇങ്ങോട്ട് കൊണ്ട് കൊടുത്താലും സാധനം എത്തുമല്ല. എത്തിച്ചു കൊടുത്താൽ പിന്നെ അതിൽ നിന്ന് മോചനമില്ല സാറേ. ആ പെൺകുട്ടിക്ക് അതിൽ നിന്ന് മോചനമില്ല. അങ്ങനെ മോചനമില്ലാത്ത അവസരത്തിലും ഈ കാമുകനെ ഉപേക്ഷിച്ച് പോയിട്ടാകുമ്പോ അച്ഛൻ ഇങ്ങനെ വിട്ട് അപ്പൊ അതിനിടയിൽ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഈ അച്ഛനാണെങ്കിലും മക്കള് കുറ്റം ചെയ്താൽ കുറച്ചു ദിവസത്തേക്ക് ആ സങ്കടം ഇങ്ങനെ പുറത്താക്കിയിട്ട് ഇങ്ങനെ നീ പുറത്തു പോ, വീട് കയറണ്ടെന്നൊക്കെ പറയും. എനിക്ക് ഒരാൾ ഷെയർ ചെയ്ത ഒരു കാര്യം, അപ്രിയ സത്യങ്ങളൊന്നും പറഞ്ഞുകൂടാ, എന്തിനാണ് മോനെ പുറത്താക്കിയതെന്ന് ഞാൻ പറയുന്നില്ല. അയാൾ പറഞ്ഞു, മോനോട് ഞാൻ പറഞ്ഞു ഇനി മേലാൽ നാളെ മുതൽ നീ എന്റെ വീട്ടിൽ കയറാൻ പാടില്ല. അത്രയും ക്രൂരമായി, അത്രയും അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തി ചെയ്തു. എന്നിട്ട് അയാൾ പറയുന്നു അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞിട്ടും ഭക്ഷണം ഭാര്യ കൊണ്ടുവച്ചിട്ട് ഒരു പിടി ചോറ് വാരുമ്പോ ഞാൻ ആദ്യം ഓർക്കുന്നത് എന്റെ മോനെയാണ്. വീട്ടിൽ കയറാൻ പാടില്ല എന്നുള്ള മോനെയാണ് ഞാൻ ആദ്യം ഓർക്കുന്നത്. അത്രക്കും ഇഷ്ടം ഉണ്ടാവും കുട്ടികളോട്. അവർ വഴി തെറ്റുമാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞു പോകുന്നത്. ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിട്ട് ആ കാമുകൻ ഇങ്ങനെ പറ്റിച്ചിട്ട് പോയിട്ടാകുമ്പോ പിന്നെ നിവൃത്തിയില്ല. പിന്നെ അതിലുപരി, കാരണം അവക്ക് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അന്നേരം ആത്മഹത്യ ചെയ്യായിരുന്നു. പക്ഷെ ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത അവിടെ ഉണ്ടാവില്ല. എന്താ പറഞ്ഞാൽ അതിലുപരി എന്തോ അവിടെ അവളെ മനസ്സിലുണ്ട്. അത് ഈ കഞ്ചാവാണ്. അവനെക്കാളും വലുത് കഞ്ചാവായി മാറി. അപ്പൊ കഞ്ചാവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവള് പിന്നെ ശ്രദ്ധിക്കുന്നത്. എവിടുന്ന് കഞ്ചാവ് കിട്ടിയാൽ മതി. അതുകൊണ്ട് അവള് സാറ് പറഞ്ഞ പോലെ ഒരുപാട് ജോലി ചെയ്തു. ഷോപ്പിലാണെങ്കിലും പിന്നെ എങ്ങനെയാണ് കുറെ ജോലി ചെയ്തു. അത് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, കഞ്ചാവിന് വേണ്ടിയിട്ടാണ് അവള് ജോലി ചെയ്യുന്നത്. കഞ്ചാവ് കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട അവളെ ജീവിതത്തിൽ. പിന്നെ ഒരു ചിത്രകാരനായിട്ട് പരിചയപ്പെട്ടുമ്പം ജീവിതം മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. പക്ഷെ അങ്ങനെ മാറ്റം വരുത്താൻ അനുവദിക്കുന്നില്ല, അവളെ മനസ്സ് അനുവദിക്കുന്നില്ല. കാരണം എന്താ പറഞ്ഞാല് ഇതിന്റെ അടിമയായി കഴിഞ്ഞാൽ അങ്ങനെ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇതൊന്നും ചെയ്യാതെ മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പം പിന്നെ ഞാൻ നിർത്തുകയാണ്. അപ്പം പിന്നെ സാറ് നല്ല രീതിയിൽ ഇത് അവതരിപ്പിച്ചു. അവസാനം നമ്മൾ കൺക്ലൂഷനിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല രീതിയിൽ പോലീസ് ആത്മഹത്യയിൽ നിന്ന് ഒരിക്കൽ പിന്തിരിപ്പിക്കാൻ പറ്റിയ നല്ല കാര്യമാണ്. പിന്നെ അവർക്ക് അങ്ങനെ തോന്നൂല. അപ്പൊ സോറി സാർ, ഞാൻ കുറച്ചധികം സമയം എടുത്തുപോയി, സോറി. അപ്പൊ നല്ല കഥയായിരുന്നു സാറേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നാമത് സാറിന്റെ കഥ അവതരണം വളരെ നല്ലതാണ്. താങ്ക് യു. സോറി അധികം സമയം എടുത്തതിന്. ഇല്ല, അത് ഈ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് പറയുന്നത്. ആത്മഹത്യയുടെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ദൂരം കഥകൾ അതുപോലെ കേട്ടിരിക്കുന്നത് അല്ലെ. ആ ഇൻസിഡന്റ് ആത്മഹത്യക്ക് തൊട്ട് മുമ്പ് ഒരു കോളിൽ ഒരു റിങ് അടിക്കുന്നു, ഫോൺ അടിക്കുന്നു, ആള് വരുന്നു. അപ്പൊ ഇത് അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് എപ്പോഴും സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്നും ഒക്കെ നമ്മൾ പല രീതിയിൽ ജോർജ് സാറേ കൺക്ലൂഡ് ചെയ്യും. എല്ലാവരോടും പ്രത്യേകം നന്ദിയാണ്. പ്രത്യേകിച്ച് ഏറെ ഔദാര്യത്തോടെ നല്ല വാക്കുകൾ പറയുന്ന ഒരു സദസ്സാണിത്. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, മറ്റുള്ളവരെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടാൻ ജോർജ് സാർ വളരെ വിദഗ്ധനാണ്. സാറിനെ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഇതിൻ്റെ അകത്ത് ഇതിന് പ്രത്യേകം ഒരാളുടേതായി പറയുന്നു എന്ന് ധരിക്കണ്ട. എല്ലാവരും തന്നെ എന്നെ
വാനോളം പുകഴ്ത്താറുണ്ട് എല്ലാ ദിവസവും. അത്രമാത്രം ഞാൻ അർഹനാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങളുടെ ആ സ്നേഹം എന്നെ ഈ പെൺകുട്ടിയെ ജീവിക്കാൻ പ്രേരിപ്പിച്ചതുപോലെ എനിക്കും ഒരു വലിയ പ്രേരണയാണ്. അതുകൊണ്ടാണ് എനിക്ക് നല്ല ബുദ്ധിമുട്ട് ശാരീരികമായിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ചൊവ്വാഴ്ച ഇത് മിസ് ചെയ്യാതെ അല്ലെങ്കിൽ ഇന്നും ഇത് ഏറ്റെടുക്കാൻ തയ്യാറായത്. ഓക്കെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഇതൊരു പ്രസ്താവനയാണ്, നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്. പക്ഷേ നമുക്ക് എത്ര പേരിലേക്ക് ഈ സന്ദേശം ഇഫക്റ്റീവായി കൈമാറാൻ സാധിച്ചിട്ടുണ്ട്? നമ്മളൊക്കെ ഡെയിലി പത്രങ്ങളിൽ കാണുന്നുണ്ട്, മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്, ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചവരെയും ആത്മഹത്യ ചെയ്തവരെയും. പക്ഷെ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന ചെറുപ്പക്കാരിൽ എത്ര പേർക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ആ ഒരു വെല്ലുവിളിയാണ് ഈ കഥ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് ഞാൻ ഈ കഥ എൻ്റെ നാട്ടുകാരൻ്റെതായതുകൊണ്ട് തിരഞ്ഞെടുത്തു. ഞാനും ഈ കഥ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇത്രയ്ക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതാനായിട്ടുള്ള പ്രഗത്ഭനാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. എന്നെ നിങ്ങളെല്ലാവരും പറഞ്ഞത് ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. എങ്കിലും എന്നെ മറ്റൊരു ചിന്തയാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുപോയത്. അതിതാണ്, എന്നെ പ്രേരിപ്പിക്കുന്നതിൻ്റെ ഒരു ഘടകമുണ്ട്. കാരണം എനിക്കിപ്പോ 58 വയസ്സുണ്ട്. 58 വയസ്സില് ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം നടത്തിയതില് ഏതാണ്ട് 3 പതിറ്റാണ്ടിന് മുകളിൽ ഞാൻ പ്രവർത്തിച്ചതും ഇടപെട്ടതും ചെറുപ്പക്കാരോടൊപ്പമാണ്. യുവജന സംഘടനയുടെ സംഘാടകനും പ്രവർത്തകനും പ്രചോദകനുമായിട്ട് ഞാൻ ട്രെയിനറായിട്ട് എടുത്ത ക്ലാസ്സിന്റെ ഏതാണ്ട് 75% ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ്, യൂത്തിന് വേണ്ടിയാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും ഈ യൂത്തിനോടൊരു പ്രത്യേകമായ ഒരു സ്നേഹമുണ്ട്. ഞാൻ ഇന്നും എനിക്ക് 58 വയസ്സുണ്ടെങ്കിൽ ഞാനൊരു യുവാവാണെന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ്. കാരണം ചെറുപ്പക്കാരോടൊപ്പം ജീവിച്ച ആ ഒരു പ്രതീതിയും അതിന്റെ ആ ഒരു ഇഫക്റ്റും എന്നിൽ ഇപ്പോഴും കുടിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കഥകളാണെങ്കിലും കൊള്ളാം, നാട്ടിലെ വാർത്തകളാണെങ്കിലും കൊള്ളാം, ഞാൻ എപ്പോഴും അതിൻ്റെ അകത്ത് ഈ ചെറുപ്പക്കാരന്റെ ഭാഗത്താണ് എപ്പോഴും ഞാൻ നിലകൊള്ളുക. ഞാൻ ഞങ്ങളുടെ സൺഡേ സ്കൂളിലൊക്കെ പ്രവർത്തിക്കുന്ന അവസരത്തിലൊക്കെ ചെറുപ്പക്കാരെ കുറിച്ച് അച്ഛനും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാണെങ്കിലും ഞാൻ എപ്പോഴും ചെറുപ്പക്കാരുടെ പക്ഷത്തായി നിലയുറപ്പിക്കുന്ന ഒരാളായിരുന്നു. കാരണം അത് അവരുടെ പ്രായത്തിൻ്റെതാണ്. നമ്മള് ഈ കുഞ്ഞാടുകളെ മേയ്ക്കാനായിട്ടുള്ളവരല്ല. കുഞ്ഞാടുകളെ മേയ്ക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾക്ക് ഗതി തെറ്റിപ്പോകാൻ സാധ്യത ഉള്ളവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പ്രസക്തി? ഇങ്ങനെ ചിന്തിക്കുക. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് ഈ കഥയിൽ ചിന്തിച്ചത്, ഇതിൻ്റെ അകത്ത് നമുക്ക് പോലീസുകാരെ കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ കഥാകാരൻ വളരെ വിദഗ്ധമായിട്ട് നല്ല രീതിയിലാണ് അത് കാണിച്ചത്. അതിലെ ചെറുപ്പക്കാരനായ പോലീസുകാരനെ കൊണ്ടാണ് ഈ കഥ തിരിച്ചുപിടിക്കുന്നത്. അപ്പൊ ഒരു ചെറുപ്പക്കാരൊന്നും മോശക്കാരല്ല. ഇതിൻ്റെ അകത്ത് പ്രായം ചെന്നവരും അല്ലാത്തവരും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പോലീസുകാരിൽ തന്നെ മുതിർന്ന ആളുണ്ടായിരുന്നു, മറ്റു പലരും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ടല്ലോ. പക്ഷേ എങ്കിലും ഒരു ചെറുപ്പക്കാരനിലൂടെ ഈ ചെറുപ്പക്കാരെ ഗതി തിരിച്ചുവിടുന്ന ഒരു കഥാതന്തു അതെന്നെ വല്ലാതെ ആകർഷിച്ച ഒരു സംഗതി ആണ്. അപ്പൊ ചെറുപ്പക്കാരിലേക്ക് ഈ ആശയത്തെ കടത്തിവിടാൻ നമുക്കും സാധിക്കട്ടെ. നമ്മുടെയൊക്കെ പ്ലാറ്റ്ഫോം, നമ്മളൊക്കെ ഇതിനകത്ത് ഏറെയും ഇപ്പോൾ മധ്യപ്രായമൊക്കെ കഴിഞ്ഞ ആളുകളാണ്. നമുക്കും ചെറുപ്പക്കാരെ ആകർഷിക്കാനായിട്ട് സാധിക്കട്ടെ.
അതിനെന്താണ് വഴി? അതിൻ്റെതായ രീതിയിൽ നമുക്കും ഇതൊക്കെ കൈമാറ്റം ചെയ്യാൻ സാധിക്കട്ടെ. കുറഞ്ഞ പക്ഷം ചെറുപ്പക്കാരെ തള്ളിക്കളയാതെ ഇരിക്കാം, അവരെ ചേർത്ത് പിടിക്കാനും അവരുടെ കുറ്റങ്ങളെയും അവരുടെ ചില പോരായ്മകളെയും പ്രായത്തിൻ്റെതായ തിരത്തള്ളലിനെയും ഒക്കെ നമുക്ക് ഒരു കാരുണ്യത്തോടെ, ഔദാര്യത്തോടെ, സ്നേഹത്തോടെ, വിശ്വംശികായുടെ ഒക്കെ ആ വാത്സല്യം എന്ന് പറയുന്ന ആ ഒരു വാത്സല്യത്തോടെ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കട്ടെ. ഒരാൾ പോലും ആത്മഹത്യ ചെയ്യാതിരിക്കും. ഇതൊക്കെ എത്ര പേരുടെ വാർത്തകളാണ് നമ്മൾ കാണുന്നത്. കുടുംബത്തോടെ മുഴുവൻ ആത്മഹത്യ ചെയ്യുന്നത്. നമുക്കിതൊക്കെ വെറും വാർത്തകളായി തന്നെ പോവുകയാണ്. വേദനിക്കുന്നില്ല. നമ്മുടെ ചുറ്റുപാട് ഇതിൻ്റെ അകത്ത് 1-2 ഡയലോഗൊക്കെ ഉണ്ടല്ലോ. പട്ടിണി കിടന്നാലും അല്ലെങ്കിൽ അവന്റെ കറണ്ട് ചാർജ് അടച്ചോ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷിക്കാനുണ്ടോ അതൊന്നും തിരക്കുന്നില്ല. വേണമെങ്കിൽ കള്ളോ കഞ്ചാവോ കൊണ്ടോ കൊടുക്കും സമയത്ത്, അതിനുള്ള വഴിയും കാണിച്ചു കൊടുക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. രോഗം മൂലം കഷ്ടപ്പെടുന്ന ആളുകൾ, പട്ടിണി കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ, ഒരുപക്ഷെ അവരുടെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ട് ചില തട്ടുകേടുകൾ സംഭവിച്ച ആളുകൾ, ഇവരെയൊക്കെ തള്ളിക്കളഞ്ഞ് ആത്മഹത്യയിലേക്ക് തള്ളിവിടരുത്. അതിന് ഈ കഥ ഒരു പ്രചോദനമാകട്ടെ എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ പ്രാർത്ഥന. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നോട് പറഞ്ഞ നല്ല വാക്കുകൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി. വ്യക്തിപരമായി ഓരോരുത്തരോടും, പിന്നെ ഉലകന്നാൻ സാറ് മുതൽ ഈ രമാദേവി മാം വരെ പറഞ്ഞ എല്ലാവരോടും, ഒപ്പം ഇതിനൊക്കെ കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്ന, നിമിത്തമായി തീരുന്ന സാബു സാറിനോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ രാത്രി വിടാം. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. യുവത്വം ഇനിയും നിലനിൽക്കട്ടെ, ഇനിയും അങ്ങനെ തന്നെ തുടരട്ടെ. ഞങ്ങളും കൂടെ ഉണ്ട് ഈ യുവാക്കളെയൊക്കെ പിന്തുടരാൻ. ഓക്കെ സാർ, താങ്ക് യു. അപ്പൊ വളരെ മനോഹരമായ ഒരു സെഷൻ. അത് ഒത്തിരി അർത്ഥപൂർണമായ, അല്ലെ, ഒത്തിരി ആശയങ്ങൾ കഥയിലും എന്ന് പറയുമ്പോൾ അതിന്റെ പൂർണ്ണ അർത്ഥം നമുക്ക് നൽകാൻ പറ്റുന്ന മനോഹരമായ ഒരു സെഷൻ. തിരിച്ചുവരവെന്നല്ല സാറേ കഥയുടെ പേര്? തിരിച്ചുവരവ്. സാറേ ഒരുപാട് ചിന്തിപ്പിക്കും സാറേ ഈ കഥ എല്ലാരും. ഓക്കെ, അപ്പൊ നാളെ നമുക്ക് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ, നാർസിസ്റ്റിക് ആ പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് നമുക്ക് ആന്റണി സാറിൽ നിന്ന് കേൾക്കാം. സോ അപ്പോൾ ഒരു ശുഭരാത്രി നേരുന്നു. എല്ലാവരും സന്തോഷകരമായി, കഥയുടെ ആലസ്യമൊന്നും വേണ്ട, എല്ലാ സന്തോഷത്തോടും കൂടെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.